USA പോവുക, നേഴ്സായി വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ മെജോറിറ്റി ഓഫ് നേഴ്സസിൻ്റെ ഒരു വലിയ ഡ്രീം തന്നെയാണ്. ഇന്ന് നമ്മുടെ ഡിസ്കഷനും അതിനെക്കുറിച്ച് തന്നെയാണ്. എങ്ങനെ USA ഒരു രജിസ്റ്റേർഡ് നേഴ്സായി വർക്ക് ചെയ്യാമെന്ന്. അപ്പോൾ മാം, ഞാൻ ഏറ്റവും പോപ്പുലർലി കേട്ടിരിക്കുന്ന ഒരു മെത്തേഡ്, അതായത് US എത്തുക എന്ന് പറയുമ്പം ഗ്രീൻ കാർഡ് അല്ലേ. ഗ്രീൻ കാർഡ് ഹോൾഡർ ആണെങ്കിൽ നമുക്ക് അവിടെ പോവാം, നേഴ്സായിട്ട് വർക്ക് ചെയ്ത് മെഡിക്കൽ ഫീൽഡായാലും നമുക്കതെടുത്ത് വർക്ക് ചെയ്യാം. അതാണ് ഏറ്റവും പോപ്പുലറായിട്ട് കേട്ടിരിക്കുന്നത്. പിന്നെ കേട്ടിരിക്കുന്ന ഒരു ഓപ്ഷനാണ് നമ്മുടെ H1B വിസ ഓപ്ഷൻ. പിന്നെ പ്രോബബ്ലി ഒരു സ്റ്റഡി പ്രോഗ്രാം അതായിരിക്കാം അല്ലേ. എന്താണ് സംഗീത പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും ഫസ്റ്റ് ആയിട്ട് സംഗീത പറഞ്ഞു ഗ്രീൻ കാർഡ്. അപ്പൊ ഗ്രീൻ കാർഡ് ഫെസിലിറ്റി ഒരു നേഴ്സിന് കിട്ടുന്നത് എംപ്ലോയ്മെന്റ് ബേസ്ഡ് കാറ്റഗറി 3 EB3 എന്നാ പറയുന്നത്. സോ ആ ഒരു കാറ്റഗറി വിസ കിട്ടുന്ന ഒരാൾക്ക് ഗ്രീൻ കാർഡാണ് കിട്ടുന്നത്. സോ എല്ലാ പ്രൊവിഷൻസും അവർക്ക് കിട്ടുന്നുണ്ട്. സാധാരണ രീതിയിൽ ഒരു നഴ്സിന് USA വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് nclex-rn എക്സാം എഴുതണം. അത് കഴിഞ്ഞിട്ട് അവരുടെ ഒരു ലാംഗ്വേജ് ടെസ്റ്റ് ഉണ്ട്. അത് IELTS, OET, PT ഒക്കെ ആക്സെപ്റ്റഡ് ആണ്. ടോഫിലും ആക്സെപ്റ്റഡ് ആണ്. ഏതെങ്കിലും ഒരു ഇംഗ്ലീഷ് ടെസ്റ്റ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവർക്ക് വിസ സ്ക്രീൻ സർട്ടിഫിക്കറ്റ് കൂടെ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് എംപ്ലോയറിനെ സെർച്ച് ചെയ്തിട്ട് എംപ്ലോയർ അപ്രൂവ് ചെയ്യുവാണെങ്കിൽ EB3 കാറ്റഗറി വിസയിൽ പോകാം. അതായത് ഗ്രീൻ കാർഡോട് പോകാം. രണ്ടാമത്തെ കാറ്റഗറിയാണ് H1B കാറ്റഗറി വരുന്നത്. അത് കുറച്ച് ലോങ്ങർ പീരീഡ് ആണ്. സോ അങ്ങനെ വരുമ്പോഴേക്കും ഏകദേശം ഇപ്പൊ പണ്ടൊക്കെ വരുമ്പോഴേക്കും 10 to 15 years ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ബിക്കോസ് റെട്രോഗ്രഷൻ ആയിരുന്നു, ഇന്ത്യൻ നഴ്സസിനെ അവർ എടുക്കുന്നില്ലായിരുന്നു. സോ നൗ അറ്റ് പ്രസന്റ് അത് കുറച്ചുകൂടെ ടൈം പീരീഡ് ഒക്കെയും കുറഞ്ഞു എന്നാണ് കേൾക്കുന്നത്. അതായത് 18 months ഒക്കെ കൊണ്ട് ആവും എന്നൊക്കെ പറയും. സോ 1.5 year പ്രോബ്ലി. എന്നാലും അതിന്റെ അപ്ഡേറ്റ്സ് വരാനുണ്ട്. സോ ദാറ്റ് ഈസ് EB3 ഓർ ദ ഗ്രീൻ കാർഡ്. രണ്ടാമതാണ് H1B കാറ്റഗറി വിസ. സോ H1B കാറ്റഗറി വിസ എന്ന് പറയുന്നത് അതും ഈ എന്തായാലും നേഴ്സിന് അവിടെ വർക്ക് ചെയ്യാനായിട്ട് nclex-rn ലാംഗ്വേജ് ടെസ്റ്റിംഗ് ഒക്കെ ഉണ്ടാവണം. അത് കൂടാതെ ഒരു എംപ്ലോയർ ഇവർ ഇന്റർവ്യൂ ചെയ്തിട്ട് അങ്ങോട്ടേക്ക് പോകാവുന്നതാണ്. സോ അത് ഏകദേശം ഒരു 8 to 12 months ആണ് അതിന്റെ ഒരു പ്രോസസ്സിംഗ് ടൈം എടുക്കുന്നത്. സോ വിത്തിൻ എ ഇയർ ഒരു വർഷം കൊണ്ട് അവർക്ക് പോകാനായിട്ട് പറ്റും. Now the third category, as you have said, സ്റ്റുഡന്റ് ആയിട്ട് പോകുന്നത്. സോ സ്റ്റുഡന്റ് ആയിട്ട് പോകുന്നതാണ് ഈ F1 കാറ്റഗറി വിസ എന്ന് പറയുന്നത്. സോ സ്റ്റുഡന്റ് ആയിട്ട് പോകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു ടൈം ഉണ്ടാവും. മാർച്ച് അല്ലെങ്കിൽ ജാൻ ഇൻടേക്ക്. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ ഇൻടേക്കിലേക്ക് തന്നെ അവർക്ക് പോകാനായിട്ട് പറ്റും. അത് കുറച്ചുകൂടെ ഒരു ഫാസ്റ്റ് മെത്തേഡ് ആയിട്ട് നമുക്ക് കരുതാം. Right, so it's easier when compared to the other two. Green card and H1B compare ചെയ്യുമ്പോൾ easier ആണ്. അപ്പോൾ അതൊരു കുറച്ചുകൂടി ഈസിയറും ഫാസ്റ്ററും മെത്തേഡ് ആയതുകൊണ്ട് we'll discuss more about that in detail. So can you tell a bit more about the study program? എന്താണ് USA-ലേക്കുള്ള സ്റ്റഡി ഓപ്ഷൻസ് അവൈലബിൾ? സോ US-ൽ ഒരു നഴ്സിംഗ് കഴിഞ്ഞ ഒരാൾക്ക് പഠിക്കാനായിട്ട് പറ്റുന്ന ഒബ്വിയസ്ലി മാസ്റ്റേഴ്സ്, നഴ്സിംഗിൽ മാസ്റ്റേഴ്സ് ചെയ്യാം. അപ്പോൾ ബാച്ചിലേഴ്സ് കഴിഞ്ഞ ഒരാൾക്ക് മാസ്റ്റേഴ്സ് ചെയ്യുമ്പോഴേക്കും മാസ്റ്റർ പ്രോഗ്രാംസ് വരുന്നത് മാസ്റ്റർ ഓഫ് നഴ്സിംഗ് 2 year പ്രോഗ്രാംസ് ആണ്. 2 year പ്രോഗ്രാംസിന് യൂഷ്വലി ഒരു പെർ ഇയർ വരുമ്പോഴേക്കും അവർക്ക് 22 to 36 അല്ലെങ്കിൽ 40,000 USD, ഏകദേശം ഒരു 40 lakhs ആണ് അതിന്റെ എക്സ്പെൻസ് വരുന്നത്. 2 year എക്സ്പെൻസ് 2 year എക്സ്പെൻസ് ഫീസ് മാത്രമായിട്ട് വരുമ്പോഴേക്കും ഏകദേശം ആ എക്സ്പെൻസ് വരുന്നുണ്ട്. അപ്പോൾ അവിടെ ആ F1 കാറ്റഗറി വിസയിലാണ് അവർ പോകുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവർക്ക് എംപ്ലോയറിനെ കണ്ടെത്തി അത് കഴിഞ്ഞിട്ട് അവിടെ ജോലി ചെയ്ത് പിന്നീട് H1B വിസയിലോട്ട് വേണമെങ്കിൽ അത് കൺവേർട്ട് ചെയ്ത് ആ രീതിയിൽ അവർക്ക് 3 years സ്റ്റേ ബാക്ക് കിട്ടും. അപ്പോൾ ആ ഒരു സ്റ്റേ ബാക്ക് പീരീഡിൽ അവർക്ക് നേഴ്സായിട്ട് വർക്ക് ചെയ്യാം nclex-rn ഒക്കെ ഉണ്ടെങ്കിൽ. സോ ഒരു 2+5 years ആണ് ഇതിന്റെ ഒരു ഡ്യൂറേഷൻ. അതാണ്. ബട്ട് ദിസ് ഇസ് സ്ലൈറ്റ്ലി എക്സ്പെൻസീവ് അല്ലെ. പറഞ്ഞ വെച്ച് നോക്കുമ്പോൾ ഒരു 40 lakhs ഒക്കെയാണ്. ഇതല്ലാതെ ഇപ്പം മാസ്റ്റർ ഓഫ് നഴ്സിംഗ് അല്ലാതെ നമുക്ക് വേറെ എന്തെങ്കിലും സ്റ്റഡി ഓപ്ഷൻസ് അവൈലബിൾ ആണോ അവിടെ? വേറെ പ്രോഗ്രാം ഉണ്ട്. അതായത് മാസ്റ്റർ ഓഫ് ആർട്സ് ഇൻ ബയോമെഡിക്കൽ സയൻസ്, മാബ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രോഗ്രാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 year പ്രോഗ്രാം ആണ്. ഏകദേശം ഫീസ് വരുന്നത് 36,000 USD ആണ്. ബട്ട് ഇതിനൊരു വേറൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില എംപ്ലോയേഴ്സ് കംപ്ലീറ്റ്ലി ഫ്രീ ഓഫ് കോസ്റ്റ് ഈ ഒരു കോഴ്സ് അവർ സ്പോൺസർ ചെയ്യും. അതായത് 36,000 USD is paid by the employer. Which means candidate-ന് expense വരുന്നില്ല. ഇല്ല, candidate-ന് expense വരുന്നില്ല. Okay, that's a free option. employer ആദ്യം ഈ ഒരു കാൻഡിഡേറ്റിനെ ഇന്റർവ്യൂ ചെയ്തിട്ട് ഇന്റർവ്യൂ ചെയ്ത് കഴിഞ്ഞ് കാൻഡിഡേറ്റ് ഓക്കെ ആണെങ്കിൽ അവർ ഒരു കണ്ടീഷണൽ ഓഫർ ലെറ്റർ കൊടുക്കും. അതായത് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ഉടനെ തന്നെ അവർക്ക് ജോബ്
ലേക്ക് കയറാനായിട്ടുള്ള ഒരു ഓപ്ഷനാണ് എംപ്ലോയർ കൊടുക്കുന്നത്. ഓക്കെ. സോ 1 year കോഴ്സ് എന്ന് പറഞ്ഞാലും ഇതിന്റെ ഡ്യൂറേഷൻ മോസ്റ്റ്ലി ഒരു 9 to 10 months മാത്രമേ കാണത്തുള്ളൂ. സോ അത് കഴിഞ്ഞ ഉടനെ തന്നെ അവർക്ക് ഈ ഒരു എംപ്ലോയ്മെന്റിലേക്ക് കയറാം. So that is a big advantage in this MABS course. Right. Yeah. So like you said, ഇതൊരു 1 year program ആണ്, ഫ്രീ ആണ് കോഴ്സ്, പ്ലസ് ഒരു എംപ്ലോയറിന്റെ ഷുവറിറ്റി ഉണ്ട് അല്ലേ, ഗ്യാരണ്ടീഡ് ആണ് that you can get into the job. Well, that looks like a much more interesting option because of these features. What is your opinion? ഏതായിരിക്കും ഒരു better study option for candidates? So I feel ഈ ഒരു കോഴ്സ് ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ അവർക്ക് ഒരു 1 year പെട്ടെന്ന് തന്നെ കഴിയും. ഇവിടെ നിന്ന് തന്നെ നമുക്കൊരു ജോബ് ഷുവറിറ്റിയോട് കൂടിയാണ് കുട്ടികൾ അങ്ങോട്ട് പോകുന്നത്. പിന്നെ ഒരു ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്, കാൻഡിഡേറ്റിന്റെ കയ്യിൽ നിന്ന് ഫീസ് ഒന്നും വലിയൊരു എമൗണ്ട് പോകുന്നില്ല. സോ അത് തന്നെ വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ മാം പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ നല്ലൊരു ഓപ്ഷനാണ്. കാരണം 1 year ഉള്ള കോഴ്സ്, കംപ്ലീറ്റ്ലി സ്പോൺസേർഡ് ആണ്, പ്ലസ് ഒരു എംപ്ലോയർ ഷുവറിറ്റി ഒക്കെ വരുന്നതുകൊണ്ട് ഇത് സൗണ്ട്സ് ലൈക്ക് എ വെരി ഇൻട്രസ്റ്റിംഗ് ഓപ്ഷൻ ഫോർ ദ കാൻഡിഡേറ്റ്സ്. മാമിൻ്റെ ഒപ്പീനിയനിൽ ഏതായിരിക്കും നല്ല ഓപ്ഷൻ? മാസ്റ്റേഴ്സ് MSc എടുക്കുന്നതാണോ അതോ ഈ ഒരു പ്രോഗ്രാം ആയിരിക്കും? സോ മാസ്റ്റേഴ്സ് നഴ്സിംഗ് ഓപ്ഷൻ അവൈലബിൾ ആണ്. സോ ഒന്ന് ഈ ഒരു കോസ്റ്റ് നമുക്ക് എടുക്കാൻ പറ്റുവാണെങ്കിൽ മാസ്റ്റേഴ്സ് ഓഫ് നഴ്സിംഗ് ഇസ് ഓൾസോ വെരി ഗുഡ്, ബിക്കോസ് ഒരു നഴ്സിംഗിൽ തന്നെ മാസ്റ്റേഴ്സ് ആണ്. മറ്റേതെന്ന് പറയുമ്പോഴേക്കും നമുക്ക് ഡയറക്റ്റ്ലി ജോബിലേക്ക് പോകാനായിട്ട് കുറച്ചുകൂടി എളുപ്പം മാബ്സ് പോലെയുള്ള കോഴ്സാണ്. സോ മാസ്റ്റർ ഓഫ് ആർട്സ് ബയോമെഡിക്കൽ സയൻസ്. സോ 1 year പ്രോഗ്രാം മാത്രമേ ഉള്ളൂ. സോ അതിന് പോവുകയാണെങ്കിൽ വേറെ എക്സ്പെൻസ് ഒന്നുമില്ല. സോ ഇറ്റ്സ് അപ് ടു ദ കാൻഡിഡേറ്റ് ടു ചൂസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുടെ ആ ഒരു ക്വാളിഫിക്കേഷനോ അല്ലെങ്കിൽ അവർക്ക് താല്പര്യം അനുസരിച്ചിട്ട് ഏതിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പോകാനായിട്ട് പറ്റും. സോ ഐ തിങ്ക് ദാറ്റ്സ് ഗുഡ് ഇനഫ് ഇൻഫർമേഷൻ. എല്ലാവർക്കും ചിന്തിച്ച് അവർക്കൊരു തീരുമാനം എടുക്കാം ഏത് പ്രോഗ്രാം എടുക്കണം എന്ന്. പക്ഷെ അതേ സമയത്ത് ഈ സ്റ്റഡീസ് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, നമുക്ക് UK ഇതേപോലെ മാസ്റ്റേഴ്സ് പ്രോഗ്രാം അവൈലബിൾ അല്ലേ? അതായത് UK നമ്മൾ MSc പ്രോഗ്രാം എടുത്ത് പോകുമ്പോൾ ഏകദേശം 1 year പ്രോഗ്രാം ലീഡിങ് ടു രജിസ്ട്രേഷൻ. അങ്ങനെ വരുമ്പം ഒരു നേഴ്സിന് UK സ്റ്റഡീസിന് പോകുന്നതാണോ ബെറ്റർ അതോ US ഓപ്റ്റ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ? സോ US സാലറിയാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നിയർലി 8 to 10 lakhs ആണ് ഒരു മാസമൊക്കെ കിട്ടുന്നത്. അതും സ്റ്റേറ്റ് ടു സ്റ്റേറ്റ് പിന്നെയും വേരിയേഷൻസ് ഉണ്ട്. അക്കോർഡിംഗ് ടു ദ അവേഴ്സ് അവർ വർക്ക് ചെയ്യുന്നത് അതിനും വേരിയേഷൻസ് ഉണ്ട്. സോ UK അപ്പോൾ സാലറിയും ഒക്കെ നോക്കി കൺസിഡർ ചെയ്യുമ്പോൾ പ്രോബബ്ലി USA ഒരു ഹൈലൈറ്റ് ആണ്. UK മാസ്റ്റേഴ്സ് അവൈലബിൾ ഉണ്ട്. പ്രോബബ്ലി ഇൻ ദ നെക്സ്റ്റ് വീഡിയോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഗ്രേറ്റ്. സോ യെസ്, ദാറ്റ് വാസ് ഓൾ അബൌട്ട് നഴ്സസ് ടു ദ US. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ USA ഡ്രീമിലേക്ക് പോകണമെങ്കിൽ ഇതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത ഓപ്ഷൻസ്. ആൻഡ് ഓഫ് കോഴ്സ് ഇന്ന് നമ്മൾ ഇവിടെ പറയാത്ത കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായി ഡീറ്റെയിൽസ് അല്ലെങ്കിൽ സംശയങ്ങളോ എന്തുണ്ടെങ്കിലും യു കെൻ ജസ്റ്റ് ഗെറ്റ് ഇൻ ടച്ച് വിത്ത് us, right? And we'll come up with the next video about UK study options for nurses. Thank you. Thank you. Medcity International Academy. Trusted hands forever.